ഓക്കെ ഡിയർ സ്റ്റുഡൻസ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഐഡിയാസ് ഓഫ് ഇന്ത്യ എന്നുള്ള ഒരു പാർട്ടാണ്. നമുക്കറിയാം നമ്മളെല്ലാവരും ഇന്ത്യക്കാരാണ്. നമ്മുടെ ഫ്രീഡം സ്ട്രഗിളും അതിലേക്കുള്ള ഫ്രീഡം സ്ട്രഗിളിലുള്ള കുറേ ആൾക്കാരെ പറ്റി നമുക്കറിയാം. അതിലുള്ള മഹാത്മാഗാന്ധി ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ള ഗാന്ധി ആൻഡ് അംബേദ്കർ എന്നുള്ളൊരു പാർട്ടാണ്. നെക്സ്റ്റ് രവീന്ദ്ര കുമാർ മൊഹന്തി, പെസന്റ് മൂവ്മെന്റ്, വർക്കിംഗ് ക്ലാസ് മൂവ്മെന്റ്. വർക്കിംഗ് ക്ലാസ് മൂവ്മെന്റ് പ്ലസ് ഗാന്ധി, അവിടെയാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് പോയിന്റ് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ദെൻ ഈ ഒരു ഭാഗത്ത് ഫസ്റ്റ് ഗാന്ധി എന്നുള്ള അതിൽ തുടങ്ങാം നമുക്കല്ലേ. നമ്മുടെ ഫാദർ ഓഫ് നാഷൻ ആണ് മഹാത്മാഗാന്ധി. അദ്ദേഹമാണ് നമ്മുടെ ഫ്രീഡം സ്ട്രഗിളിൻ്റെ ഏറ്റവും മുൻപന്തിയിൽ നിന്നതും നമ്മുടെ ഈ ഒരു രാജ്യത്തിന്റെ ഫ്രീഡത്തിന് വേണ്ടിയിട്ട് സ്ട്രഗിൾ ചെയ്തതും ഓരോ മെത്തേഡ് കൊണ്ടുവന്നതും ബ്രിട്ടീഷുകാരോട് എങ്ങനെ നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കണം എന്നുള്ളതൊക്കെ ഒരു കറക്റ്റ് ലെസൺ ആയിട്ട് നമ്മുടെ സോഷ്യൽ റിഫോമേഴ്സ് മറ്റുള്ളവർക്ക് അദ്ദേഹം എന്തായി മാറി, എക്സാമ്പിൾ ആയിട്ട് അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ എന്തായി, അദ്ദേഹം ഉദാഹരണമായി കാണിച്ചു തന്ന വലിയൊരു മഹാത്മാവാണ് നമ്മുടെ മഹാത്മാഗാന്ധി. അദ്ദേഹം ഐഡിയാസ് ഓഫ് ഇന്ത്യ എന്ന നമ്മുടെ സബ്ജക്റ്റ് എന്താണ്, ഐഡിയാസ് ഓഫ് ഇന്ത്യ. അതായത് നമ്മുടെ ഇന്ത്യയിലുള്ള നമ്മുടെ ഒരു സംസ്കാരം, കൾച്ചർ ആൻഡ് നമ്മുടെ പൊളിറ്റിക്കൽ കണ്ടീഷൻ, എക്കണോമിക് കണ്ടീഷൻ ആൻഡ് നമ്മുടെ പൊതുവേ നമ്മുടെ ആറ്റിറ്റ്യൂഡ് എല്ലാം കൊണ്ട് നമുക്ക് നമ്മുടേതായ ഒരു വൈഭവവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതില്ലാതെ നമ്മുടെ ബ്രിട്ടീഷുകാർ നമ്മളെ എന്ത് ചെയ്യുന്നു, അടിച്ചമർത്തുന്ന ആ ഒരു കാലഘട്ടത്തിൽ മഹാത്മാഗാന്ധി എന്ന് പറയുന്ന ആ ഒരു വലിയ മനുഷ്യന്റെ ആ ഒരു മെത്തേഡ്, എന്താ പറയുക, ഐഡിയാസ് ഓഫ് ഇന്ത്യ, അദ്ദേഹത്തിൽ നിന്നാണ് ഈ ഒരു ഐഡിയാസ് ഓഫ് ഇന്ത്യ എങ്ങനെ ആയിരിക്കണം, നമ്മൾ ഇങ്ങനെ നിൽക്കാൻ പാടില്ല, നമ്മൾ ഫ്രീഡം സ്ട്രഗിളൊക്കെ ചെയ്തിട്ട് നമ്മുടെ ഫ്രീഡം നമ്മൾ തന്നെ തിരിച്ചു വാങ്ങണം എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് പോയത്. ആ ഒരു ഭാഗമാണ് എന്ത്, നമ്മുടെ മഹാത്മാഗാന്ധിൻ്റെ പറയുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ പറയാനുണ്ട്. മഹാത്മാഗാന്ധി ദ റോൾ ഓഫ് ഗാന്ധി ഒരു ചാപ്റ്റർ 10th നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. +1 +2 ഹ്യൂമാനിറ്റീസ് എടുത്ത കുട്ടികൾക്കൊക്കെ അറിയായിരിക്കും. ദ ഹീറോ ഓഫ് ഗാന്ധി വലിയൊരു ചാപ്റ്റർ, ഒരു 1000 പേജുള്ള അത്യാവശ്യം വലിയൊരു ബുക്കൊക്കെ നമുക്ക് കവർ ചെയ്യാനുണ്ട് ഹ്യൂമാനിറ്റീസ് ഡിഗ്രി തലത്തിലൊക്കെ. അതേപോലെ അതിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഗാന്ധി അദ്ദേഹത്തിന് എത്രത്തോളം ഇൻവോൾവ്ഡ് ആണ് നമ്മുടെ ഐഡിയാസ് ഓഫ് ഇന്ത്യ എന്നുള്ള പാർട്ടിൽ അല്ലേ, നമ്മുടെ ഫ്രീഡം കിട്ടുന്നത് വരെ അല്ലേ, അദ്ദേഹം നമ്മുടെ ലോകത്തോട് വിട പറയുന്നത് വരെ എന്നാണ് അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ. അദ്ദേഹം പറഞ്ഞ ഐഡിയാസ് അല്ലേ, അത് തുടർന്ന് പോരാൻ വേണ്ടി പ്രയത്നിച്ച ആളാണ്. നെക്സ്റ്റ് അംബേദ്കർ. നമുക്കറിയാം ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പിയാണ് ആര്, നമ്മുടെ അംബേദ്കർ, ദ ഫാദർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. Then starting the unit which was introduced the image of India, the freedom struggle and our society. The British also acquired the more realistic approach to the understanding level of Indians, and no one can understand Indian society. No one can understand Indian society. No one means ആരാണ്, ബ്രിട്ടീഷുകാർ. അവർക്ക് എന്തില്ല, ആരും നമ്മളെ മനസ്സിലാക്കി നമ്മളെ മുന്നോട്ട് നയിക്കാൻ നമ്മളൊരു നല്ല രീതിയിൽ ഇങ്ങനെ വേണം ഐഡിയാസ് പറഞ്ഞാൽ പ്രത്യേകിച്ച് ബ്രിട്ടീഷുകാർ എന്താണോ തീരുമാനിച്ചത് അത് നമ്മളിലേക്ക് എന്ത് ചെയ്യുക, നമ്മളിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യുക. ഇറ്റ് ഈസ് ദ വിത്തൗട്ട് ദ സൗണ്ട് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഗാന്ധിയുടെ വിത്തൗട്ട് ദ സൗണ്ട് ഓഫ് ഗാന്ധി എന്ന് നമ്മൾ ഉദ്ദേശിക്കുക. മഹാത്മാഗാന്ധിയുടെ സൗണ്ട്, ശബ്ദം എന്നല്ല അവിടെ മീനിങ് വരുന്നത് എന്താണ്, അദ്ദേഹത്തിന്റെ പ്രസൻസ് ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു, മുന്നോട്ട് പോകാൻ വളരെ ബുദ്ധിമുട്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ ഇൻ ദ ഫ്രീഡം സ്ട്രഗിൾ ഓഫ് ഫോളോഡ് ദസ് ദർ ആർ ലാർജ് സെക്ഷൻ ഓഫ് ഓൾമോസ്റ്റ് ഓൾ പേഴ്സൺസ് ആൻഡ് അൺകവർ ദ റെസ്പോൺസ് ഓഫ് പീപ്പിൾ ഇൻ ഇന്ത്യ ദ ലീഡർഷിപ്പ് ഓഫ് ഗാന്ധി. നമുക്കറിയാം ലീഡർഷിപ്പ് ഓഫ് ഗാന്ധി, ആ ഒരു പോയിന്റിൽ തന്നെ ബാക്കി എല്ലാം ഉണ്ട്. അദ്ദേഹത്തിന്റെ ലീഡർഷിപ്പിലാണ് ഈ ഒരു എന്താണ് നമ്മൾ പോയിന്റ് നമ്മൾ എഴുതിയിട്ടുണ്ട്, എന്താണ് വർക്കിംഗ് ക്ലാസ് മൂവ്മെന്റ്. നമ്മൾ പറയുന്ന ഈ ഒരു ഐഡിയാസ് ഓഫ് ഇന്ത്യ എന്നുള്ളതിൽ വരുന്നത് വർക്കിംഗ് ക്ലാസ് മൂവ്മെന്റ്. ഫസ്റ്റ് ഗാന്ധി, നെക്സ്റ്റ് വർക്കിംഗ് ക്ലാസ് മൂവ്മെന്റിലേക്കാണ് നമ്മുടെ ചാപ്റ്റർ വൈസ് ആകുമ്പോൾ നമ്മൾ വരുന്നത്. ഓക്കെ, വർക്കിംഗ് ക്ലാസ് മൂവ്മെന്റ് നമുക്കറിയാം. പിന്നെ ഗുജറാത്തിലാണെങ്കിലും പിന്നെ ഖേദ മൂവ്മെന്റ്, അദ്ദേഹത്തിന് അലഹാബാദ്, പിന്നെ ആദ്യം നമുക്കറിയാം ഗാന്ധിജി ആരായിരുന്നു, ഒരു വക്കീലായിരുന്നു സൗത്ത് ആഫ്രിക്കയിൽ. പിന്നീട് അദ്ദേഹം തീവണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ തന്നെ വെള്ളക്കറ ബ്രിട്ടീഷുകാരുടെ എല്ലാ ചൂഷണങ്ങളും എക്സ്പ്ലോയിറ്റേഷനും ഒക്കെ മനസ്സിലാക്കി പിന്നീട് ഇന്ത്യയിലേക്ക് അദ്ദേഹം വന്ന് ഈ ഒരു ഇൻവോൾവ് ആവുന്നത് അഹമ്മദാബാദിലെ തുണിമിൽ സമരം, അതൊരു പെസന്റ് വർക്കാണ്. ഓക്കെ, വർക്കിംഗ് ക്ലാസ് മൂവ്മെന്റിൽ ഇമ്പോർട്ടൻസ് ആണ് അലഹാബാദ് അല്ലെങ്കിൽ ഖേദ മൂവ്മെന്റ് ഇസ് എ പെസന്റ് മൂവ്മെന്റ് ആണ്. അപ്പോൾ നിങ്ങൾ നോട്ട് എഴുതിയെടുക്കുന്ന വർക്കിംഗ് ക്ലാസ് മൂവ്മെന്റിൽ എക്സാം ചിലപ്പോൾ 1 വേർഡോ അരമാർക്കിലോ ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. ആ വർക്കിംഗ് ക്ലാസ് മൂവ്മെന്റിൽ വരുന്നത് ഖേദ മൂവ്മെന്റ്, അലഹാബാദ് മൂവ്മെന്റ് ആണ്. ഇതിൽ അലഹാബാദിലാണ് നമ്മൾ തുണിമിൽ സമരം എന്ന് മലയാളത്തിൽ പറയും കേട്ടോ. വർക്കിംഗ് ക്ലാസ് മൂവ്മെന്റ് ആണ് ഡിസ്കസ് ചെയ്തത്, മനസ്സിലാക്കുക. തുണിമിൽ സമരം അത് ഖേദ മൂവ്മെന്റും അലഹാബാദ് സ്ട്രഗിൾ അല്ലെങ്കിൽ മൂവ്മെന്റ് എന്നൊക്കെ നമ്മൾ അന്ന് പറയാം.
അപ്പോൾ ഇതിലാണ് നമ്മുടെ ഗാന്ധി ആദ്യമായിട്ട് നമ്മുടെ ഫ്രീഡം സ്ട്രഗിളിലേക്ക് ഫസ്റ്റ് ഇറങ്ങുന്നത്. ഏതിലാണ്? അലഹാബാദ് മൂവ്മെന്റിലാണ്. നെക്സ്റ്റ് വർക്കിംഗ് ക്ലാസ് മൂവ്മെന്റ് എന്ന് പറയുന്നത് നമ്മളെ ബ്രിട്ടീഷുകാർ നമ്മളെ എക്സ്പ്ലോയിറ്റ് ചെയ്തതിന് ശേഷം എല്ലാ എക്കണോമിക്സ് ആയാലും സോഷ്യലി പൊളിറ്റിക്കലി നമ്മുടെ ഓരോരോ ആക്ട്, നമ്മുടെ ഓരോ നിയമങ്ങൾ നമുക്കെതിരെ ഈ വിദ്യാഭ്യാസത്തിന് നമ്മൾ വിദ്യാഭ്യാസത്തിന് സംബന്ധിക്കാതെ പെർമിഷൻ ഇല്ലാതെ നമ്മളെ പ്രോഗ്രസ്, നമ്മളെ ഡെവലപ്മെന്റ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ആക്റ്റുകൾ ആരെടുക്കുന്നു? ബ്രിട്ടീഷുകാർ നമ്മളെ മേലെ എക്സ്പ്ലോയിറ്റ് ചെയ്യും, നമ്മൾക്ക് മേലെ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ നമ്മുടെ മഹാത്മാഗാന്ധി അദ്ദേഹത്തിന് ഐഡിയാസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ചെറിയൊരു ഒരു സമരത്തിൽ അദ്ദേഹം മുദ്രാവാക്യം പോലെ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുത്തു. കാരണം അതും എന്തൊക്കെ ആക്സെപ്റ്റ് ചെയ്യണം, എന്തൊക്കെ ആക്സെപ്റ്റ് ചെയ്യേണ്ട എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു ഐഡിയാസിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അത് ഫോളോ ചെയ്ത് വന്ന ആളാണ് നമ്മുടെ അംബേദ്കർ. അംബേദ്കർ ഗാന്ധിജിയുടെ ഒരു ഫോളോവറുമാണ്. പിന്നീടാണ് അതൊരു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് എത്താനുള്ള കാരണവും അദ്ദേഹത്തിന് ഏറ്റവും എക്സാമ്പിളായി എടുത്തത് ആരെയാണ്? മഹാത്മാഗാന്ധി. അദ്ദേഹത്തിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അദ്ദേഹം എങ്ങനെയാണ് ബ്രിട്ടീഷുകാരോട് ആറ്റിറ്റ്യൂഡ് ചെയ്യുന്നതും ഇന്ത്യൻ ജനങ്ങളെ ലീഡ് ചെയ്തിട്ട് ഒരു ലീഡറായിട്ട് അദ്ദേഹം ഓൾറെഡി വലിയ അഹങ്കാരമോ ജാടയോ ഇല്ലാത്തൊരു മനുഷ്യനാണ് നമ്മുടെ മഹാത്മാഗാന്ധി. നമ്മുടെ ഗാന്ധിജി എന്ന് സ്നേഹത്തോടെ വിളിക്കുന്നതാണ് മഹാത്മാഗാന്ധി. അദ്ദേഹത്തിന്റെ ജീവിതം, അദ്ദേഹത്തിന്റെ ഡ്രസ്സ്, അദ്ദേഹം ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ്, അദ്ദേഹത്തിന്റെ ആ ഒരു ഡ്രസ്സിങ് പാറ്റേൺ എല്ലാം കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അദ്ദേഹം ധരിക്കുന്നത് ബ്രിട്ടീഷുകാരുടെ ഉൽപ്പന്നങ്ങളൊന്നും യൂസ് ചെയ്യാതെ, അല്ലെ, നമ്മുടെ പെസൻസിന് വേണ്ടി കാണിച്ചു കൊടുക്കാൻ, അതായത് അവരുടെ ഈ പോളിസ്റ്റർ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഉപയോഗിക്കാതെ അദ്ദേഹം നമ്മുടെ ഇന്ത്യയിൽ നെയ്ത തുണി ഉപയോഗിച്ച് ഡ്രസ്സ് ധരിക്കുന്ന ഒരാളായിരുന്നു ഗാന്ധി. അതന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഐഡിയാസ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ തന്നെ കാണിച്ചു കൊടുത്ത ഒരാളായിരുന്നു മഹാത്മാഗാന്ധി. നെക്സ്റ്റ് പെസന്റ് മൂവ്മെന്റ് ആൻഡ് വർക്കിംഗ് ക്ലാസ് മൂവ്മെന്റ്. പെസന്റ് മൂവ്മെന്റ് നമ്മൾ മിസ്സത്തിൽ എഴുതിയത് പെസന്റ് മൂവ്മെന്റും വർക്കിംഗ് ക്ലാസ് ജസ്റ്റ് രണ്ടും ഒന്ന് തന്നെ. നിങ്ങൾക്ക് രണ്ട് ഭാഗം കവർ ചെയ്യാനുണ്ട്. പെസന്റ് മൂവ്മെന്റും അത് പ്ലസ് ചെയ്യുക കേട്ടോ, കാരണം പെസന്റ് ആണ് വർക്കിംഗ് ക്ലാസ് മൂവ്മെന്റും പെസന്റ് ഏകദേശം ഒരേ സെക്ഷനിൽ വരുന്നതാണ്. ഓക്കെ, വർക്കിംഗ് ക്ലാസ് അതായത് വർക്ക് ചെയ്യുന്ന സാധാരണ ഓർഡിനറി ജനങ്ങളെയാണ് പെസന്റ് മൂവ്മെന്റ് എന്ന് പറയുന്നത്. ഇത് കർഷകർക്ക് അധികം നികുതി ചുമത്തി ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യുന്നു? കർഷകരെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു. അതിനെതിരെ ഗാന്ധി തൻ്റെ ഐഡിയാസ് ഉപയോഗിച്ച് കർഷകരെ എന്ത് ചെയ്യുന്നു? ബോധവൽക്കരിക്കുന്ന ഒരു സംഭവമാണ് ഈ പാർട്ട് നമുക്ക് ചെയ്യാനുള്ളത്. ഇന്ത്യൻ സൊസൈറ്റി സ്റ്റിൽ സ്ട്രഗിളിങ്. ഇന്ത്യൻ സൊസൈറ്റി ആർ സ്റ്റിൽ സ്ട്രഗിളിങ്. നിങ്ങൾ എപ്പോഴും നിങ്ങൾക്ക് ഈ ഒരു നിങ്ങൾ എക്സാമിന് പോകുമ്പോൾ എഴുതാൻ പറ്റുന്ന ഒരു വേർഡ്, റിപ്പീറ്റ് ചെയ്ത് എഴുതാൻ പറ്റുന്ന ഒരു വേർഡാണ് ഇന്ത്യൻ സൊസൈറ്റി ആർ സ്റ്റിൽ സ്ട്രഗിളിങ്. എപ്പോഴും സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ജനവിഭാഗമായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളൊരു ഐഡിയാസ് ഓഫ് ഗാന്ധി എന്നുള്ള ഒരു മൂവിലേക്ക് ഗാന്ധിജി നീങ്ങിയതും പിന്നെ നമ്മളെ ലീഡ് ചെയ്തതും. ഓക്കെ, കോൺസ്റ്റിറ്റ്യൂഷണൽ സേഫ് ഗാർഡ്സ് ആൻഡ് ഡിസ്ക്രിമിനേഷൻ വിവേചനം. നിങ്ങൾക്കറിയാം, അതായത് വിവേചനം, ഈ ഡിസ്ക്രിമിനേഷൻ എന്നുള്ള ഈ ഒരു ആശയത്തിലൂടെയാണ് ബ്രിട്ടീഷുകാർ നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്തത്. ഓക്കെ, നെക്സ്റ്റ് ദ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് പീരീഡ് വിത്ത് റേഞ്ച് ഓഫ് റവല്യൂഷണറി ചേഞ്ചസ് ഇൻ ചാലഞ്ചസ് ഇൻ ഇന്ത്യൻ സൊസൈറ്റി. ദ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് പീരീഡ്, അതായത് നമ്മുടെ സ്വാതന്ത്ര്യ ദിനത്തിന്റെ മുന്നിലുള്ള പീരീഡാണ് പോസ്റ്റ് ഇൻഡിപെൻഡന്റ് പീരീഡ് എന്ന് പറയുന്നത്. ദ പോസ്റ്റ് ഇൻഡിപെൻഡന്റ് പീരീഡ് ഹാസ് വിറ്റ്നസ്ഡ് എ വൈഡ് റേഞ്ച് ഓഫ് റവല്യൂഷണറി ചേഞ്ച് ഇൻ ചാലഞ്ചസ് ഇൻ ഇന്ത്യൻ സൊസൈറ്റി. പറയണ്ടല്ലോ, നമുക്കറിയാം ഇഷ്ടം പോലെ റവല്യൂഷണറി, അതിൽ തന്നെയാണ് മെയിനാണ് പെസന്റ് മൂവ്മെന്റും. ദെൻ മലബാർ റെബല്യൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നമുക്ക് ഈ പാർട്ടിൽ ഇല്ല. മിസ് എക്സാമ്പിൾ ആയിട്ട് പറയാണ്, മലബാർ റെബല്യനാണ് ഏറ്റവും എക്സാമ്പിൾ. ഇതിൽ നിങ്ങളെ സിലബസിൽ കാണുന്നില്ല, പക്ഷെ നിങ്ങൾക്ക് കറക്റ്റ് സ്യൂട്ടബിൾ എക്സാമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റുന്ന ഒരു ഭാഗമാണ് മലബാർ റെബല്യൻ. അതൊരു കർഷക കലാപം എന്നാണ് അത് അറിയപ്പെടും. മലബാർ കലാപം എന്നതും അത് ഇന്ത്യൻ ചരിത്രത്തിൽ നമ്മുടെ ഇന്ത്യൻ ഇൻഡിപെൻഡന്റ് ഹിസ്റ്ററിയിൽ ഇപ്പോഴും അത് അറിയപ്പെടുന്നത് കർഷക കലാപമാണ്. അത് മലബാർ കലാപമാണെങ്കിലും അതെന്താണ്? അതൊരു പെസന്റ് മൂവ്മെന്റ് ആണ്. മലബാറിലെ കർഷകരെ ടാക്സ് കൂടുതലാക്കി അവരുടെ ഉൽപ്പന്നങ്ങളൊന്നും വാങ്ങരുത് എന്നുള്ള ചിന്തയിൽ ബ്രിട്ടീഷ് അവരുടെ മേൽ ഏറ്റവും ഹൈ ടാക്സ് ചുമത്തി അതിനെതിരെ ഗാന്ധിജി ലീഡ് ചെയ്ത് മുന്നോട്ട് വന്നതാണ് മലബാർ റെബല്യൻ. താഴെ കുറേ ഫിലോസഫേഴ്സും ലീഡേഴ്സ് ഉണ്ടെങ്കിലും ഈ മുൻപതിൽ മഹാത്മാഗാന്ധി ലീഡ് ചെയ്തതായിരുന്നു നമ്മുടെ മലബാർ റെബല്യൻ. മലബാർ എന്നുള്ള സ്ഥലത്ത് നടന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ഇതിൽ പറയുന്നത് ദ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് പീരീഡ് വിറ്റ്നസ്ഡ് എ വൈഡ് റേഞ്ച് ഓഫ് റവല്യൂഷണറി ചേഞ്ചസ്. നമുക്കറിയാം, റവല്യൂഷണറി ചേഞ്ചസ് ആണ്, വിപ്ലവാത്മകമായ മാറ്റങ്ങൾ നമുക്ക് എപ്പോൾ ഉണ്ടായിട്ടുണ്ട്. വിപ്ലവാത്മകമായ പ്രശ്നങ്ങൾക്ക് ശേഷമാണ് നമുക്ക് എന്ത് കിട്ടിയത്? ഫ്രീഡം കിട്ടിയത്. അതിന് മുമ്പത്തെ എല്ലാം വിപ്ലവം തന്നെയാണ്, ഫുള്ളും വിപ്ലവം. എത്രയോ വർഷങ്ങളോളം നമ്മുടെ ബ്രിട്ടീഷുകാർ നമ്മളെ ഭരിച്ചപ്പോൾ നമ്മൾ പെസന്റ് മൂവ്മെന്റിലും വർക്കിംഗ് ക്ലാസ് ആണ് ഏറ്റവും കൂടുതൽ ഇതിലേക്ക് ഇൻവോൾവ് ആയതും. അവർ കുറേ രക്തസാക്ഷിത്വം വഹിച്ചവർ നമുക്കറിയാം, അല്ലെ, ഭഗത് സിംഗ് ആണെങ്കിലും
കുറേ ആളുകളെ നമുക്കിതിൽ പറയാനും പരിചയം. രവീന്ദ്രകുമാർ മോഹന്തി, ഇദ്ദേഹം വലിയൊരു ഫിലോസഫറുമാണ്, നമ്മുടെ ഗാന്ധിജിയുടെ സന്തത സഹചാരിയാണ്. ആര്? രവീന്ദ്രകുമാർ. അദ്ദേഹത്തിൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന ബുക്കിൽ വായിച്ചാൽ നമുക്ക് കറക്റ്റ് രവീന്ദ്രനാഥ് കുമാർ അദ്ദേഹത്തിൻ്റെ പങ്ക് വ്യക്തമാക്കാൻ പറ്റും. ഓക്കെ.